150 കോടിയുടെ ആരോപണം ഉന്നയിക്കുന്നു. 150 കോടിയുടെ ആരോപണം ഉന്നയിച്ച് നിയമസഭയിൽ ഉത്തരവാദിത്വത്തോട് ഉന്നയിച്ചു. നിയമസഭയിൽ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് ആ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് ഇന്ന് PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ മൊഴി പോലും എടുത്തില്ല എന്ന്. എൻ്റെ മൊഴി പോലും എടുക്കാതെ ആ കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഇതാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. പറയണം, സർക്കാർ മറുപടി പറയണം. ആക്ഷേപം ഉന്നയിച്ച ആളുടെ മൊഴി എടുക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസ് ക്ലോസ് ചെയ്യുക? ഐ ഡോണ്ട് നോ. അതിൻ്റെ വകുപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. ഒന്ന്, അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ PV അൻവർ പറഞ്ഞതിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. കാരണം അയാളൊരു MLA ആണ്. ആ ജനപ്രതിനിധി ഉത്തരവാദിത്വത്തോടുകൂടി ആയിരിക്കുമല്ലോ നിയമസഭയുടെ ഫ്ലോറിൽ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ച ആൾ വന്നിട്ട് ഇന്ന് പറയുന്നത് ആ ആരോപണത്തിൽ എനിക്കുള്ള വാദം കേൾക്കാതെ അന്വേഷണം അവസാനിപ്പിച്ചത് VD സതീശന് വേണ്ടി MR അജിത് കുമാർ ഒത്താശ ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അദ്ദേഹം VD സതീശന്റെ ആളായി കൂടി MR അജിത് കുമാറിനെ മാറ്റി സാധ്യമാവും? അല്ല, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് PV അൻവറിനെ പോലൊരു ആൾ, ഒരു MLA അല്ലേ അരുണേ, അദ്ദേഹം വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് എൻ്റെ മൊഴി എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസ് റിലീസ് കൊടുത്താലോ, ഇന്ന ദിവസം ഇത്രാം തീയതി പിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് PV അൻവറിന്റെ മൊഴി ഈ കേസിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വിജിലൻസിൽ ഒരു വാർത്താക്കുറിപ്പ് എത്ര സമയം വേണം? ഇത് വിജിലൻസിന്റെ പ്രാഥമിക എൻക്വയറിയാണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ. നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശത്തിന്മേൽ ഒരു കോടതി നടപടി സാധ്യമല്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ വിജിലൻസിന്റെ എൻക്വയറി ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമല്ലേ മൊഴി എടുക്കേണ്ട ആവശ്യമുള്ളൂ. നിലവിൽ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കുക. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മത്സ്യവണ്ടികളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചാവക്കാട് 3 ഘട്ടമായി ആംബുലൻസിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു തെളിവുകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നല്ലോ. നോക്കട്ടെ സാർ, നിയമസഭയിൽ പറയാമായിരുന്നല്ലോ. വേണ്ട, നമ്മൾ ചോദിച്ചല്ലോ മാധ്യമപ്രവർത്തകർ, അന്നെന്താ അത് കൊടുക്കാത്തത്? അല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം ഉന്നയിച്ചത് എവിടെയോ ആയിക്കോട്ടെ, അല്ലേ, ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഒരു അറിവിൽ, സാമാന്യമായ എൻ്റെ അറിവിൽ, ആദ്യം ആ ആരോപണം ഉന്നയിച്ചയാളുടെ മൊഴിയാണ് എടുക്കേണ്ടത്. എവിടെ പറഞ്ഞാൽ എന്താ? അതൊരു വാർത്താ സമ്മേളനത്തിലായിരിക്കും പറയുന്നത്, അതൊരു പൊതുയോഗത്തിലായിരിക്കും പറയുന്നത്, അത് നിയമസഭയിലായിരിക്കും പറയുന്നത്. എവിടെ വെച്ച് പറഞ്ഞാലും നിങ്ങളൊരു അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഫസ്റ്റ് കേസ് എന്താ നിങ്ങളുടെ മുമ്പിലെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്? ഇനി അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ADGP ക്രൈമിന്റെ ചാർജുള്ള അജിത് കുമാർ വിജിലൻസിനെ സ്വാധീനിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. അല്ല, എനിക്കറിയില്ലെന്നേ. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആർഗ്യുമെന്റ് യുക്തിപരമാകുന്ന എവിടെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത്, ഈ കാര്യത്തിൽ ഞാനൊരു നിയമവിദഗ്ധനല്ല, എനിക്കൊരൊറ്റ അറിവേ ഈ കാര്യത്തിലുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരാളൊരു ആരോപണം ഉന്നയിച്ചാൽ ആർക്കെതിരെ ആയിക്കോട്ടെ, ഞാൻ ഈ 150 കോടി കടത്തിയെന്നോ അത് മത്സ്യബന്ധന നൗകയിലും ശീതീകരിച്ച ആംബുലൻസിലും കടത്തിയെന്നോ ഒന്നും വിചാരിക്കുന്ന ആളല്ല. അങ്ങനെയുള്ളൊരു സ്ഥലമൊന്നും അല്ല കേരളം. ഇനി എന്തെങ്കിലും മാത്രമല്ല, കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ 150 കോടി വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കർണാടകത്തിൽ നിന്ന് IT വിഭാഗത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു. പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ആ പറഞ്ഞ സാധനം പറഞ്ഞിരിക്കുന്നത് നിയമസഭയുടെ ഫ്ലോറിലും അത് പറഞ്ഞിരിക്കുന്ന ഒരു ജനപ്രതിനിധിയുമായിരിക്കുമ്പോൾ അതേ സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് പോയാൽ, ഏത് കേസിൻ്റെ അന്വേഷണത്തിലായാലും ആദ്യം പരാതി ഉന്നയിക്കുന്ന ആളുടെ മൊഴിയെടുക്കണം. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. എൻ്റെ ഒരു സാമാന്യ അറിവാണ്. ഇത് ബൈൻഡിങ് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സംശയത്തില്ല. അങ്ങനെ പരാതി ഉന്നയിക്കണമെങ്കിൽ അവിടെ ഒരു കേസ് വേണ്ടേ? അയാളല്ലേ പറഞ്ഞിരിക്കുന്നത് നിയമസഭയിൽ? അതാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? വിജിലൻസ് എങ്ങനെയാണ് അന്വേഷിക്കുക? വിജിലൻസിലേക്ക് ഒരു കേസ് ഇതുവരെ വന്നിട്ടില്ല. നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് പുറത്ത് കേസ് ഇടാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. അല്ല, എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ശരി, നിയമസഭയിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണം നടത്തി കേസ് ക്ലോസ് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഒന്ന്, ഈ പിന്നെ പരാതി പറഞ്ഞ ആൾക്ക് ഈ കേസ് ക്ലോസ് ചെയ്തതിൻ്റെ കാരണം ബോധ്യപ്പെടണമല്ലോ. രണ്ട്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. രണ്ടുമില്ല, ഇതങ്ങ് ക്ലോസ് ചെയ്തു, ഇതിന് തെളിവൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുന്നു എൻ്റെ മൊഴി എടുത്തിട്ടില്ല എന്ന് PV അൻവർ പറഞ്ഞ നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം ഇതെവിടെയെങ്കിലും പറഞ്ഞിരുന്നു. അല്ല, എൻ്റെ പ്രശ്നം കേസാവുക എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കേസ് എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് VD സതീശനെ പോലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനൊക്കെ ആവശ്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട്. എനിക്കത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായില്ല, എൻ്റെ ഒരു മൊഴി പോലും എടുത്തിട്ടില്ല. അങ്ങനെ എന്നെ പൊതുസമൂഹത്തിൽ മോശമാക്കിയ ആളാണ് MR അജിത് കുമാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സാമാന്യ യുക്തി വിജിലൻസിന്റെ തലപ്പത്തല്ല, ക്രൈമിന്റെ ചുമതലയുള്ള ഒരു ADGP വിജിലൻസിനെ സ്വാധീനിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം പൂഴ്ത്തിവെച്ചു. അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നൊരു സിൽവർ ലൈനെതിരെ അതിന് ഇടതുപക്ഷം കൂട്ടുനിന്നു എന്ന തരത്തിലാണോ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്? എനിക്കറിയില്ല. ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇന്നിപ്പോൾ PV അൻവറുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഇത് ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട്. ഒരേ സമയത്ത് PV അൻവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, VD സതീശന് വേണ്ടി സതീശനെതിരായിട്ട് ഉന്നയിച്ച അഴിമതി ആക്ഷേപം ഇല്ലാതാക്കുകയും അങ്ങനെ എന്നെ പൊതുസമൂഹത്തിൽ മോശമാക്കുകയും ചെയ്തു. ആര്? MR അജിത് കുമാർ. രണ്ട്,
അപ്പോൾ വി ഡി സതീശൻ്റെ ആളാണ് എം ആർ അജിത്കുമാർ. 2 സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ പി ശശിക്ക് വേണ്ടി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇതൊരു വിചിത്രമായ കോമ്പിനേഷൻ ആണല്ലോ അജിത്കുമാർ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ ചോദിക്കുമ്പം അൻവറിൻ്റെ ഒറ്റ മറുപടിയേ ഉള്ളൂ. അൻവർ പറയുന്നത് പല തരത്തിലുള്ള താല്പര്യങ്ങൾ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആയിക്കോട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന അൻവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തെളിയിക്കാൻ ബാധ്യസ്ഥനായ ഒറ്റയാളേ ഉള്ളൂ, അത് അൻവറാണ്. അൻവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നാണ് അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺസേൺ ഇത്രയേ ഉള്ളൂ. പി വി അൻവർ അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി, ഞാനാണെന്ന് പി വി അൻവറിനെ ഇന്റർവ്യൂ ചെയ്തത്, ആ സമയത്ത് ആ ഉത്തരവാദിത്വത്തോടു കൂടി പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള 150 കോടി രൂപയുടെ ആരോപണം പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ ഘട്ടം ഘട്ടമായി പുറത്തുവിടാമെന്ന്. ഒരെണ്ണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതെന്തുകൊണ്ട് അപ്പോൾ അവിടെയാണ് അദ്ദേഹം ആദ്യത്തെ ക്രെഡിബിലിറ്റി ഷേക്ക് ആവുന്നത്. ഞാൻ പി വി അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയുടെ രാഷ്ട്രീയ സത്യസന്ധത ഒട്ടും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹം അടിയുറച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്നയാളാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ചില സമയങ്ങളിലും വളരെ ആത്മനിഷ്ഠമായി വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അല്ല, അവിടുത്തെ ഒരു പ്രശ്നം അറിയാം. അദ്ദേഹം അടിയുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിട്ടും അയാളുടെ രാഷ്ട്രീയ സത്യസന്ധതയിലും സംശയമില്ലാത്ത അരുൺ ഇപ്പൊ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ സംശയമുണ്ട്. കാരണം എന്താണ്? 2 കാര്യങ്ങളാണ്. അദ്ദേഹം പരസ്പര ബന്ധമില്ലാത്ത പറയേണ്ടത്. ഇന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അത് പൂർണ്ണമായും ഞാൻ അങ്ങനെ തള്ളിക്കളയും. ഇപ്പൊ കസ്റ്റംസിന്റെ കാര്യത്തിൽ, സുജിത് ദാസിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന ചില ലീഡുകളില്ലേ, ആ സാധ്യതയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് മുൻപിൽ എന്താ, നമ്മൾക്കറിയാവുന്ന അത്രയും ഭാഗം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്താണ്? കസ്റ്റംസ് 25 ബിസ്ക്കറ്റ് കടത്തുമ്പോൾ 15 എണ്ണം പോലീസിന് കൊടുക്കും, 10 എണ്ണം ഞങ്ങൾ എടുക്കും. ഇത് കാലങ്ങളായി കാലിക്കറ്റ് കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും ഏതെങ്കിലും ഒരു കേസ് അത് അന്വേഷിക്കപ്പെടാം. നോക്കൂ, അത് അന്വേഷിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? കേസുണ്ടോ? ഈ പി വി അൻവർ എം എൽ എ കേസ് കൊടുത്തൂടെ? ഇപ്പൊ ഞാൻ പറയാം, ഒരു മാധ്യമത്തിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടല്ലോ കോഴിക്കോട്. അദ്ദേഹം കേസ് കൊടുക്കാത്ത ആളൊന്നും അല്ലല്ലോ. ഈ വിഷയത്തിൽ പൊതു താല്പര്യത്തെ മുൻനിർത്തി കേസ് കൊടുക്കുന്ന ആളല്ലേ. ഈ വിഷയത്തിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? രാജ്യദ്രോഹ കുറ്റം താൻ അറിഞ്ഞു എന്നല്ലേ ഇദ്ദേഹം പറയുന്നത്? അതായത് കോഴിക്കോട് എയർപോർട്ട് വഴി രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നതായി ബോധ്യപ്പെട്ട ഒരു എം എൽ എ എന്താ ചെയ്യേണ്ടത്? പ്രാഥമികമായി എന്താ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അല്ലല്ല, പറയട്ടെ, അത് ശരിയാ. അതിപ്പം ഞാനത് ചോദിക്കുമ്പോൾ അല്ലല്ല, അത് ഞാൻ ചോദിക്കുന്നത് തുടങ്ങാം. അതിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണല്ലോ. കാരണം വെച്ചാൽ ഒരു എം എൽ എക്ക് വന്നിട്ട്, എം എൽ എ എന്ന് പറഞ്ഞ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലല്ലോ, അയാൾ ഭരണഘടനയിലൊക്കെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്ന ഒരു ജനപ്രതിനിധിയല്ലേ. അങ്ങനെ ഒരാൾ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തി കുറേ ആരോപണങ്ങൾ അങ്ങ് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങ് കേരളത്തിലൂടെ പൊക്കളയാമെന്ന് വിചാരിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് മാത്രവുമല്ല, അതെ പറയട്ടെ, രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഞാനിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന കാര്യങ്ങൾ. അദ്ദേഹം എന്നോട് പറഞ്ഞ് 1 മണിക്കൂറിലായിട്ടുള്ള ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അതിനുശേഷം ഇനി വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും, എനിക്കും ദൈവത്തിനും എന്നോടൊപ്പം ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ഈ നിയമ നടപടികളുമായിട്ട് പോകും, നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഒരു പൊതുസമൂഹത്തിൽ ഒരാൾ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ഹാജരാക്കി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിശ്ചയമായും പി വി അൻവറിനാണ്. Meet the editors.